പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. 049424239116. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി. ലക്ഷദ്വീപിനടുത്ത് അർദ്ധരാത്രിയോടെയാണ് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത്. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യത. മലപ്പുറമടക്കം 5 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി. ലക്ഷദ്വീപിനോടടുത്ത അർദ്ധരാത്രിയോടെയാണ് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത്. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട്. മലപ്പുറം അടക്കം 5 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. തെക്കൻ കേരളത്തിൽ മലപ്പുറത്തടക്കം പലയിടത്തും അതിശക്തമായ മഴയും കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ 15 സെന്റിമീറ്ററിൽ മഴ ലഭിച്ചു. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. കൊല്ലം മുതൽ തൃശൂർ വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 100 കിലോമീറ്ററാകും കാറ്റിന്റെ വേഗത. പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ എന്നിവയ്ക്കുള്ള മുന്നറിയിപ്പുമുണ്ട്. അടിയന്തര സാഹചര്യം നേരിടാൻ സംസ്ഥാനം സജ്ജമാണെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചു. അതേസമയം മലപ്പുറം ജില്ലയിൽ പൊന്നാനി, താനൂർ, കൂട്ടായി തുടങ്ങിയ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. അടുത്ത 3 മണിക്കൂറിൽ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ 40 കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും ഇടിമിന്നലോടും കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 308 പേരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. 32 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പൊന്നാനിയിലും കടൽക്ഷോഭത്തിൽ വീടുകൾ തകർന്നിട്ടുണ്ട്. ചുഴലിക്കാറ്റ് ഞായറാഴ്ചയോടെ അതിതീവ്ര ചുഴലിക്കാറ്റാകും.